ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ 4-5 പൈപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എങ്ങനെയായിരിക്കും എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ, എങ്ങനെയായിരിക്കും നമ്മൾ ഏത് ക്ലോസറ്റാണ് വെച്ചാൽ അതിൻ്റെ ഭിത്തിയിൽ നിന്നുള്ള അകലം കാര്യങ്ങൾ, അപ്പോൾ പൈപ്പിൻ്റെ ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസാണ് അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബാത്റൂമിൻ്റെ അകത്ത് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് വരുന്നതാണ്. സീലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം എക്സോസ്റ്റൊക്കെ മുകളിലാണ് വരുന്നത്. അതായത് മുകളിൽ നിന്ന്, അതായത് താഴെ നിന്ന് മൊത്തം വലിക്കുന്ന സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആദ്യമേ തന്നെ നമ്മൾ കയറി വരുന്ന സമയത്ത് വാഷ് ബേസിൻ്റെ ഏരിയ ആണ് വന്നിരിക്കുന്നത്. വാഷ് ബേസും കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്ത് ക്ലോസറ്റിൻ്റെ ഏരിയ വന്നിരിക്കുന്നു. ക്ലോസറ്റിൻ്റെ ഏരിയയിൽ നിന്ന് പിന്നെ അപ്പുറത്തേക്ക് കുളിക്കുന്ന ഏരിയ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലൂടെ ഗ്ലാസിൻ്റെ പാർട്ടീഷൻ വരുന്നുണ്ട്. കുളിക്കുന്ന സ്ഥലത്ത് നിന്ന് ഗ്ലാസിൻ്റെ പാർട്ടീഷൻ വരുന്നതുകൊണ്ട് നമുക്ക് 2 ട്രാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്ന് കുളിക്കുന്ന ഏരിയയിൽ ഒരു ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ക്ലോസറ്റിൻ്റെ ഏരിയയിൽ ഒരു ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലോസറ്റിൻ്റെ ഏരിയയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ അകലം ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 300 mm ആണ് നമ്മളിവിടെ ഉണ്ടാകും. ഈ ട്രാപ്പ് കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 2 ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഈ ട്രാപ്പ്, അടുത്ത ട്രാപ്പ്, 2 അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. ഇത് കുളിക്കുന്ന വെള്ളത്തിൻ്റെ പോകുന്ന ട്രാപ്പ്, ഇത് പുറത്ത് ക്ലോസറ്റിൻ്റെ ഏരിയ വരുന്ന ട്രാപ്പ്. അപ്പോൾ ഇവിടെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. പാർട്ടീഷൻ എന്ന് വെച്ചാൽ കുളിക്കുന്ന ഏരിയയിൽ സെപ്പറേറ്റ് ഒരു ഗ്ലാസിൻ്റെ പാർട്ടീഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ ചെറിയ സെപ്പറേറ്റ് ചെയ്തിരുന്നതായതുകൊണ്ട് അങ്ങനെ 2 ട്രാപ്പ് ഓൾറെഡി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒറ്റ ട്രാപ്പ് കൊടുത്താലും മതി. ഇവിടെ 2 ട്രാപ്പ് കസ്റ്റമർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് 2 ട്രാപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകലം ഒന്ന് ശ്രദ്ധിക്കുക. ഭിത്തിയിൽ നിന്നുള്ള അകലം നമുക്ക് ടൈല് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ്, ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് വരുന്നത് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു ടേപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ ഭിത്തിയിൽ നിന്നുള്ള അകലം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് കണ്ടോ, അതായത് ഭിത്തിയിൽ നിന്ന് ഞാൻ എൻ്റെ മെഷർമെൻറ്റ് കാണിച്ചത് MM സാധാരണ ഭിത്തിയിൽ നിന്നുള്ള അകലം സാധാരണ ക്ലോസറ്റിൽ മാർക്ക് ചെയ്യാറ് വരുന്നത്. അപ്പോൾ 35 കാണിച്ചിരിക്കുകയാണ് കേട്ടോ. 35-നും 34-നും ഇടയ്ക്കാണ് വരുന്നത്. 34 അല്ലെങ്കിൽ 35-ന് ഇടയ്ക്കായിട്ടാണ് നമ്മുടെ പൈപ്പിൻ്റെ സെൻറ്റർ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് 330 mm ക്ലോസറ്റാണ് വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 330 എന്ന് പറയുമ്പോൾ 33 നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. 33 എന്ന് വെച്ചാൽ 33 സെൻറ്റി, അത് 330 എന്ന് വെച്ചാൽ 33 സെൻറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 33 സെൻറ്റി വെച്ചതിന് ശേഷം ഭിത്തിയിൽ നിന്നുള്ള അകലം കണ്ടോ, ആ ടേപ്പ് അവിടെ മുട്ടിയിട്ടില്ല. ആ മുട്ടാത്ത ഏരിയയാണ് നമ്മുടെ ടൈലിൻ്റെ കനം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൈപ്പ് 4-5 പൈപ്പ് ഇടുന്ന സമയത്ത് 330-ൻ്റെ ക്ലോസറ്റാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. മിനിമം നമ്മൾ 35 സെൻറ്റിമീറ്റർ എങ്കിലും, അതായത് 2 സെൻറ്റിമീറ്റർ എങ്കിലും നമ്മൾ കൂട്ടി വേണം പൈപ്പ് ഇടാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടൈലിൻ്റെ ഫിനിഷിങ്, ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ഇപ്പോൾ വരുന്ന ടൈലുകൾ വാൾ ടൈലുകളാണെങ്കിലും നല്ല കനം കൂടിയ ടൈലുകളാണ്. നമ്മൾ സാധാരണ ഫ്ലോറിൽ വിരിക്കുന്ന ടൈപ്പ് പോലത്തെ ഒറ്റ 4-4 അല്ലെങ്കിൽ 8-4 വരെ ഒട്ടിക്കുന്ന കാണാൻ സാധിക്കും. അപ്പോൾ 8-4 ഒട്ടിക്കുന്ന സമയത്താണെങ്കിലും 4-4 ഒട്ടിക്കുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ പശയും അതുപോലെ തന്നെ ചാന്തും കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ അത് ആ ഭിത്തിയിൽ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല കനത്തിലായിരിക്കും നമ്മുടെ ഭിത്തിയിൽ, നല്ല കനത്തിലായിരിക്കും ഈ ടൈല് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ മിനിമം 2 സെൻറ്റിമീറ്റർ എങ്കിലും നമുക്ക് കിട്ടാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 330-ൻ്റെ ക്ലോസറ്റ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് 330 ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു 33 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ 2 സെൻറ്റിമീറ്ററും കൂട്ടിയിട്ട് 35, അതായത് 350 mm കൂടി കൊടുത്താൽ നീറ്റായിട്ട് നമുക്ക് ടൈൽ ഒട്ടിച്ചാലും യാതൊരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ക്ലോസറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.